ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു വെറൈറ്റി പഴംപൊരിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഇല്ലാത്ത ഒരു പഴംപൊരിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബൗളിലേക്ക് ഒരു ഗ്ലാസ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ ഒരു ടേബിൾ സ്പൂണ് കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ശർക്കരപ്പാനിയാണ്. 1/4 കപ്പ് ശർക്കരപ്പാനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരൊച്ച ശർക്കരൻ്റെ പകുതി എടുത്തിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കാം. ഇതുപോലെ കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് ബാക്കി ഇനി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കാം. അപ്പോൾ ശർക്കരപ്പാനിക്ക് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കൂടുതലോ കുറച്ചിട്ടോ ചേർത്ത് കൊടുക്കാം. പിന്നെ പഞ്ചസാരക്ക് പകരമായിട്ടാണ് കേട്ടോ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മൈദ കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ ഗോതമ്പൊടി എടുത്താലും മതി. അപ്പോൾ നമ്മൾ ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സാക്കി ഇങ്ങനെ അടിച്ച് പതിപ്പിച്ചിട്ട് എടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ പഴംപൊരി ഉണ്ടാക്കുന്നില്ലേ, ആ ഒരു കട്ടിയിൽ റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പഴം കട്ട് ചെയ്തെടുക്കാം. 2 പഴമാണ് എടുത്തത്. ഞാനിപ്പോൾ ഇതേപോലെ നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്. ഒരു പഴം 3ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പഴം ആദ്യം 2ആയിട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഫുള്ളായിട്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പഴം പൊരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കലക്കി വെച്ച മാവിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം മതി. എന്നിട്ട് ഒന്നും കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ഓരോന്നോരോന്ന് എടുത്തിട്ട് മാവിൽ ഇതുപോലെ നല്ലോണം മുക്കുക. എന്നിട്ട് ചൂടുള്ള എണ്ണയിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇത് നീളം കൂടുതലായതുകൊണ്ട് ഞാൻ 3 പീസ് മാത്രമേ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. ചെറുതാണെങ്കിൽ കുറേ എണ്ണ ഒരുമിച്ചിട്ട് ഇട്ടിട്ടെല്ലാം ഫ്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ സാധാരണ പഴം പൊരിക്കുന്നില്ലേ, അതേപോലെ തന്നെ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഷുഗർ ചേർത്തിട്ടുണ്ടാക്കുന്ന പഴംപൊരി പോലെയല്ല കേട്ടോ. ഇത് എണ്ണയൊന്നും കുടിക്കുന്നില്ല. ഞാൻ ഈ ഒരു രീതിയിൽ ഫസ്റ്റ് ടൈമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത്. പക്ഷേ എനിക്കിത് നല്ലോണം ഇഷ്ടമായി. നമ്മൾ സാധാരണ പഴംപൊരി കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നാറുണ്ട്, ഒരു 2-3 എണ്ണം കഴിക്കുമ്പോൾ തന്നെ. പക്ഷേ ഇങ്ങനെ കഴിക്കുമ്പോൾ മടുപ്പൊന്നും തോന്നില്ല. നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റും ഉണ്ട്. അതുപോലെ ചെറിയൊരു ക്രിസ്പിനെസ്സൊക്കെ ഉണ്ട്. നമ്മൾ കടലമാവെല്ലാം ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാ നമ്മൾ പൊരിച്ച് കഴിയുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.